മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ രസകരമായിട്ടുള്ള ഒത്തിരി ഗ്രാമർ മിസ്റ്റേക്കോട് കൂടിയ ഒരു മെസ്സേജ്. ജോർജ് ചാക്കോ REV.GeorgePC USA അമേരിക്കയിൽ നിന്നാണ്. ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒന്നുമല്ല. ഐ ആം ഫ്രം USA. REV ജോർജ് PC എന്ന് പറഞ്ഞാൽ റവന്യൂ ജോർജ്, റവറൻഡ് എന്നാവാൻ സാധ്യതയില്ല. നമ്മുടെ KM മാണി പറഞ്ഞ മാതിരി രൂപതയിലെ കീഴിലുള്ള ബിഷപ്പുമാർ അങ്ങനെ പേര് വരാൻ കാരണം രൂപ ത എന്ന് പറയുന്നത് കൊണ്ടാണ് രൂപത ഉണ്ടായതെന്ന് പറഞ്ഞ മാതിരി റവന്യൂ ഉണ്ടാക്കാൻ കാട് കയ്യേറുന്ന വിഭാഗത്തിൽപ്പെടുന്ന റവറൻഡ് ജോർജ് PC ആണിത് എഴുതിയത്. ടു ഡോക്ടർ ഗോപാലകൃഷ്ണൻ, I sent an email 2 days ago thinking that this is your email address, but no answer. I got this from your website. So again I am sending one more mail. If anybody see this, send the email of Gopalakrishnan, the fool telling lies about Jesus Christ. അപ്പോൾ ഈ PC റവന്യൂ ജോർജ് എന്ന് പറയുന്ന മഹാൻ നമ്മളൊരു ഫൂളായിട്ടും അയാൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഒക്കെ ചിത്രീകരിച്ച് ഹി ഹാസ് റിട്ടൺ ദിസ് വൺ ആൻഡ് ഹി വോണ്ടഡ് ടു ഗെറ്റ് മൈ ഇമെയിൽ. എൻ്റെ ഇമെയിലിൽ ആദ്യം ഒരെണ്ണം അയച്ചു, തനി തറ. ഇത്രയും തറയായിട്ടുള്ള ഒരുവൻ റവറൻഡ് എന്ന പേര് വെച്ചത് നന്നായി. ശരിക്ക് നാറിയല്ല എന്നാക്കുന്നതിന് ആ വാക്ക് വേറെ ഏതെങ്കിലും ചേർക്കാം. ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം ചേർന്നത്, ശ്രീമതി എന്ന് വെച്ചാൽ ഐശ്വര്യമുള്ളത്. മറിച്ചായാൽ ഐശ്വര്യം ഇല്ലാത്തതെന്ന് അർത്ഥമില്ല. പക്ഷെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണം. ഏതായാലും റവറൻഡ് ജോർജ് PC ഗോപാലകൃഷ്ണൻ എന്ന ഫൂളിന്റെ ഇമെയിൽ അയച്ചേരണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ബൈബിൾ, ജീസസ് ആൻഡ് ബൈബിൾ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഈസ് ക്രിട്ടിസൈസിങ്. ഡോക്ടർ LM നമ്പൂതിരിപ്പാട്, ദ കസിൻ ഓഫ് EMS, ആക്സെപ്റ്റഡ് ജീസസ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് കസിനേ ഇല്ല. പിന്നെ EMSന്റെ വീട്ടിലെ ആരും ജീസസിനെ സ്വീകരിച്ചിട്ടും ഇല്ല. പച്ച നുണ മാത്രം പറഞ്ഞ് യേശുക്രിസ്തുവിനെ കച്ചവടം നടത്തുന്ന ഈ ജോർജ് PCയുടെ ആദ്യത്തെ നുണ അതാണ്. അടുത്തത് ആൻഡ് ഡോക്ടർ മുരളീധർ, അതാരാണാവോ, ഏത് ഉലഹന്നാനാണാവോ അറിഞ്ഞൂടാ. ഡോക്ടർ മുരളീധർ ലെഫ്റ്റ് ഹിസ് ജോബ് ആൻഡ് സെർവിങ് ദ ലോഡ് ഇൻ കോയമ്പത്തൂർ TN. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരില് ഒരു ഡോക്ടർ മുരളീധരും അയാളുടെ ജോലി ഉപേക്ഷിച്ച് നേരെ ലോഡിനെ സെർവ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ലൈക്ക് മെനി കെയിം ടു ദി ലോഡ്, ദ സെന്റർ ഓഫ് ഹിസ് സ്റ്റോറി. ഹിസ്റ്ററിയെയാണ് ഹിസ് സ്റ്റോറി ആക്കിയത്. BC ആൻഡ് AD. ആ വരിയുടെ അർത്ഥം എന്താണെന്ന് ഇയാളുടെ അപ്പൂപ്പനെ പോലും അറിയോ സംശയമാണ്. ഏതായാലും ഒരു പ്രത്യേക വരിയിലൂടെ ഹിസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്റ്റോറിയാണെന്ന് ആക്കി മാറ്റി. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് പറഞ്ഞാൽ അനോ ഡോമിനി എന്നുള്ള സ്റ്റോറിയിലേക്ക് ഇവരെല്ലാവരും വന്നു ചേർന്നു. ദ ഫൂൾ ഗോപാലകൃഷ്ണൻ, മെനി ഓഫ് ഹിസ് ഹിന്ദുസ് ആർ റൈറ്റിംഗ് ദെയർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ദ ഇയർ ഓഫ് ജീസസ്. ജീസസിന്റെ ഇയർ തെറ്റാ ജോർജെ, എന്തൊരു മണ്ണാങ്കട്ടിയാടോ താൻ പറയുന്നേ. ജീസസിന്റെ കഥ തന്നെ പെയ്ഗൻസിന്റെ കഥയിൽ നിന്ന് എടുത്തതാ. ജീസസിന്റെ ഡേറ്റ് ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയത് AD 463. കുരിശ് സ്വീകരിച്ചത് AD 273. യേശു ക്രിസ്തു എന്ന വ്യക്തി ജനിച്ചതിനെ കുറിച്ച് ഒരു തെളിവും ഇല്ലടോ. താൻ ചുമ്മാ കയറിയിട്ട് AD BC എഴുതിയിരിക്കുന്നത് പേഗൻസിന്റെ എടുത്തിട്ടാണ്, അതാണ്ട് യേശു ക്രിസ്തുവിന്റെ എടുത്തിട്ടല്ല. ഇനി AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അനോ ഡോമിനി, ആഫ്റ്റർ അവർ ഗോഡ്. BC എന്ന് വെച്ചാൽ ബിഫോർ ക്രൈസ്റ്റ്. അപ്പൊ ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന 73 വർഷം എവിടെ പോയടോ ജോർജെ? ഒന്ന് ആലോചിച്ച് നോക്കാം. ദ ഹോൾ വേൾഡ് ഈസ് യൂസിങ് കലണ്ടർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് തന്നെയാ കുഴപ്പം പറ്റിയതും. ജീസസിന്റെ കലണ്ടർ ഉപയോഗിച്ചത് കൊണ്ടാണ് ലോകത്തിലെ സെപ്റ്റ എന്ന് പറഞ്ഞാൽ 7, സപ്ത. അതുപോലെ ഒക്ട എന്ന് പറഞ്ഞാൽ 8, നവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, ദശ എന്ന് പറഞ്ഞാൽ 10. ഇവിടെ നോക്കാം, സെപ്റ്റംബർ എന്ന് വെച്ചാൽ 7ാമത്തെ മാസം അല്ലടോ, അത് 8ാമത്തെ മാസമായിപ്പോയി. ഒക്ട എന്ന് പറഞ്ഞാൽ 8, ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ മാസമായിപ്പോയി. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 9ാമത്തെ മാസം, ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ മാസം,
പക്ഷെ ഒക്ട എന്ന് പറഞ്ഞാൽ 8 നവ എന്ന് പറഞ്ഞാൽ 9 പക്ഷെ അത് 11ാമത്തെ മാസമായി. ദശ എന്ന് പറഞ്ഞാൽ ഡിസംബർ 10 പക്ഷെ അത് 12ാമത്തെ മാസമായി പോയി. യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്തവന് പറ്റിയ അബദ്ധാടോ ഇതൊക്കെ? 7 എന്നുള്ളത് 9 ആവുക, 8 എന്നുള്ളത് 10 ആവുക, അതുപോലെ തന്നെ 9 എന്നുള്ളത് 11 ആവുക, 10 എന്നുള്ളത് 12 ആവുക. തലയ്ക്ക് സുഖമില്ല അന്നും ഇന്നും എന്നുള്ളതിന് തെളിവാടോ ഈ ജീസസിന്റെ കലണ്ടർ? ഇനി അടുത്ത നോക്കാം. മൈ ഗ്രാൻഡ് ഫാദർ മിസ്റ്റർ TM വർഗീസ് ശരിക്കും ഗ്രാൻഡ് ഫാദർ ആണോ അല്ല ദിവ്യഗർഭം നൽകിയ ആളാണോ ദൈവത്തിനറിയാം. വാസ് ദ ഫസ്റ്റ് പോലീസ് മിനിസ്റ്റർ ആൻഡ് യു ക്യാൻ സീ ഹിം ഇൻ കേശവദാസപുരം. കേശവദാസപുരത്ത് കാണാം. ഇനി റോട്ടിലൂടെ നടക്കുകയാണോ അല്ല കേശവദാസപുരത്ത് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് പ്രേതാത്മാവിന് മോക്ഷം കിട്ടാതെ നടക്കുകയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും കേശവദാസപുരം ജംഗ്ഷനില് മിസ്റ്റർ TM വർഗീസ് എന്ന ഫസ്റ്റ് പോലീസ് മിനിസ്റ്ററെ കാണാമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലക്ഷണം വല്ലതും പറഞ്ഞു തരികയാണെങ്കിൽ കഞ്ഞിക്ക് വകയില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനും വിഷമമില്ല, അതങ്ങനെ പറഞ്ഞാൽ മതി. മിസ്റ്റർ C കേശവൻ ആൻഡ് പട്ടംതാണുപിള്ള ആർ ദ അതർ 2 മിനിസ്റ്റേഴ്സ്. അതിനിപ്പോ ഈ മട്ടനാണുപിള്ളയുടെ പേരെന്തിനാണോ ഇവിടെ കൊണ്ടുവരുന്നത്? C കേശവന്റെ പേരെന്തിനാണോ ഇവിടെ കൊണ്ടുവന്നത്? ജോർജ് ചുമ്മാ പറയാനാ? എന്താല്ല ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയാനാ? ഡിഡ് യു സീ ദം? ഞാൻ അവരെ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചുപോയി കാണും. ഇനി കണ്ടാൽ തന്നെ എന്താ പ്രയോജനം? ആരെ കണ്ടാലും കണ്ടില്ലെങ്കിലും പ്രയോജനമൊന്നുമില്ല. താൻ എഴുതിയത് വായിക്കുമ്പോൾ തന്നെ കണ്ട മാതിരിയുള്ള എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഐ ആസ്ക്ഡ് യു ഹൂ ഈസ് പ്രജാപതി? പ്രജാപതി ആരാന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലേ. ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ചേട്ടൻ, സിനിമാവോ ഭണ്ഡാര നായകയുടെ ജ്യേഷ്ഠനാണ് പ്രജാപതി. മെൻഷൻഡ് ഇൻ യുവർ ഋഗ്വേദ. ഋഗ്വേദത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രജാപതി സദ്ദാം ഹുസൈന്റെ അനിയനാണ്. പിന്നെ അടുത്തത് ഹൂ വാസ് ഹിസ് മദർ? പ്രജാപതിയുടെ അമ്മ ആരാണ്? കന്യാമറിയം. വല്ല സംശയമുണ്ടോ? ആൻഡ് ഹൂ വാസ് ഹിസ് ഫാദർ? ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആരാണ് പ്രജാപതിയുടെ അച്ഛൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ സ്പോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. യു ആർ ടോക്കിംഗ് ലൈക്ക് എ സ്കോളർ അബൌട്ട് ബൈബിൾ. ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാനും സംസാരിക്കാനും ഒരു സ്കോളർലി നോളജും വേണ്ട. ഏത് ഓർഡിനറി വ്യക്തിക്കും അത് സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ദിവ്യഗർഭം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഹോട്ടോണ്ട് നടക്കുന്നത്. യു നോ ബൈബിൾ ഗോട്ട് 2 പാർട്സ്. ബൈബിളിന് 2 പാർട്ടുണ്ട്. എത്ര പാർട്ടുണ്ടെങ്കിൽ എനിക്കെന്താ? 5 പാർട്ടുണ്ടെങ്കിൽ എനിക്കെന്താ? തനി പ്രാകൃതരായിട്ടുള്ള ഇസ്രായേലുകാർക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടുകിളികളെ തിന്നുകൊണ്ട്, കാട്ടിലെ കനികൾ തിന്നുകൊണ്ട് തുണി ഉടുക്കാതെ നടന്നിരുന്ന 4 പേര് എഴുതിയതിൽ എത്ര പാർട്ടുണ്ടെങ്കിൽ എന്താ പ്രയോജനം? എന്താ ഗുണം? 1 ഈസ് ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ ടെസ്റ്റമെന്റ്, ആൻഡ് അനദർ ഈസ് ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് റിട്ടൺ ബിഫോർ ജീസസ്. ഇനി ഞാനാ ഉത്തരവാദി? ജീസസിന് മുമ്പാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയത് എന്നുള്ളത് അവരോട് പറയണമെന്ന്, അതിനുശേഷം എഴുതേണ്ടിയിരുന്നു എന്ന്. ഫോർ ദ നോട്ട് ഓൺലി ഫോർ ദ ജൂസ് ബട്ട് ഓൾസോ ഫോർ ദ വേൾഡ്. അതിലെ ഓരോന്നും വായിച്ചാൽ ആ യഹോവ എന്ന വ്യക്തിത്വത്തിന്റെ മഹത്വം മനസ്സിലാവും. ജമേറിയ എന്ന ഭാഗം വായിച്ചാൽ അറപ്പ് തോന്നും. കൊല്ലാനും ചാവാനും രോഗത്തിനും കടലിൽ മുക്കാനും വാളുകൊണ്ട് വെട്ടാനും ചോര കുടിക്കാനും മാത്രമുള്ള ഒരു യഹോവയുടെ ഭാഗം ലോകത്തിന് വേണ്ടിയാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും യൂറോപ്യൻസും ഓസ്ട്രേലിയക്കാരും അത് ഉപേക്ഷിച്ച് ആ പള്ളികൾ മൊത്തം ഹോട്ടലുകളും ബാർബർ ഷോപ്പുകളും ബാറുകളുമാക്കി മാറ്റിയത് ലോകത്തിനു വേണ്ടി ആദ്യത്തെ ഓൾഡ് ടെസ്റ്റമെന്റും പുതിയ ടെസ്റ്റമെന്റും എഴുതിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ ജോർജ് ചാക്കോയെ. അടുത്തത്, ഇഫ് യു നോ ബൈബിൾ ക്യാൻ യു ടെൽ മീ ദ നെയിം ഓഫ് ദി ബോൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി മെൻസ് നെക്ക്. ആണുങ്ങളുടെ കഴുത്തിന്റെ മുകളിലുള്ള ആ എല്ലിന്റെ പേര് പറയാമോ? വല്ല യഹോവെന്ന പറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അൽഫോൺസാമാന്നോ അല്ലെങ്കിൽ ചാവറ അച്ഛനോ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും ജോർജ്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എല്ലിന്റെ പേര് പഠിക്കലൊന്നും എൻ്റെ ജോലിയുടെ ഭാഗമല്ല. മെൻസ് നെക്ക്. ബട്ട് വാട്ട് അബൌട്ട് ലേഡീസ്? ലേഡീസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ അവരുടെ എല്ലിനെ കുറിച്ചൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ തല്ലുകൊള്ളുന്ന പരിപാടിയാണ്. ആൾസോ വെൻ ഐ സ്റ്റഡീഡ് സുവോളജി ഐ കുഡ് സീ ദി ലെഫ്റ്റ് റിബ് ഓഫ് എ മാൻ ഇൻ ഹാഫ്. ലെഫ്റ്റ് റിബ് പകുതിയായിട്ട് എനിക്ക് സുവോളജി പഠിച്ചപ്പോൾ കാണാൻ സാധിച്ചു. അത് മര്യാദയ്ക്ക് പഠിക്കാൻ പോവാതെ വല്ലവരുടെ പുറകിലൊക്കെ പോയതുകൊണ്ട് പറ്റിയതാണ്. ഒരു അച്ഛനുണ്ടല്ലോ ഇല്ലേ, കോട്ടൂരാൻ അച്ഛനും സ്റ്റെഫിയൊക്കെ, അതുപോലെ പോയതുകൊണ്ടാണ് എല്ല് മുഴുവനും കാണാതെ പോയത്. ഐ ആസ്ക്ഡ് മൈ പ്രൊഫസർ വാട്ട് ഹാപ്പൻഡ് ടു ദ റെസ്റ്റ്. ഹി ടോൾഡ് മീ ടു റീഡ് ദി ബൈബിൾ. അപ്പൊ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു പ്രൊഫസറാണ് നിങ്ങളെ സുവോളജി പഠിപ്പിച്ചത്. വേറെ വല്ല പ്രൊഫസറിന്റെ അടുത്ത് ചെന്ന് പഠിക്കണം ജോർജെ. അല്ലാണ്ട് തലയ്ക്ക് സുഖമില്ലാത്ത സുവോളജിയിലെ ചോദ്യം ചോദിക്കുമ്പോൾ ബൈബിളിൽ ഉത്തരം പറയുന്ന വല്ല പ്രൊഫസർമാരുടെ അടുത്തൊക്കെ ചെന്ന് പഠിച്ചതാണ് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കൊക്കെ പറ്റിയതാണ്. അതാണ് പ്രത്യാശയുടെ ചിഹ്നം ഉപയോഗിച്ച് ഗവൺമെന്റ് ലാൻഡ് ഒക്കെ കയ്യേറാനായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്.
അടുത്ത ഓൾസോ ടെൽ മീ ദി ആൻസർ ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 15, ഈസയ്യ 7 വേഴ്സസ് 14.9, 6-5-3 വേഴ്സസ് 4 ടു ദി ലാസ്റ്റ്. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമിത് ഷായോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈദി അമീനോടോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനോടോ ചോദിച്ചാൽ ഈ വരികളൊക്കെ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. സാമാന്യ ബോധമുള്ളവനൊന്നും ഇത് ഓർക്കാനും സാധിക്കില്ല, ഓർത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ദെൻ ഇസക്കിൽ 38 വേഴ്സസ്. ഞാൻ സുവിശേഷ പ്രസംഗികനല്ല ജോർജ് ചാക്കോയെ, ഇതൊക്കെ കാണാപാഠം പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ. 1 മുതൽ 10. ഹൂ ഈസ് ഗോഗ്, GOG, എനിക്ക് അറിഞ്ഞൂടാ, വല്ല കീരിയുടെ വംശത്തിൽ ജനിച്ചതായിരിക്കും. ആൻഡ് മാഗോഗ്, അത് വേറെ ഏതോ ഒരു സാധനം. ആൻഡ് 39, വാട്ട് ഈസ് WOMAN, അത് വുമൺ, അത് അറിഞ്ഞുകൂടെങ്കിൽ അമ്മയോടോ സഹോദരിയോടോ ഭാര്യയോടോ ചോദിക്കാം. SHE എന്താണ്, അതും വീട്ടുകാരെ ആരോടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ LKG പഠിക്കുന്നവരോട് ചോദിക്കാം. HER, ഹൂ മെയ്ഡ് ദിസ്, എനിക്ക് അറിഞ്ഞുകൂടാ. മൈക്കോളെ പ്രഭുവിനോട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, നമുക്കൊരു പിടുത്തം ഇല്ല. സിൻസ് യു നോ ജീസസ്, ഹിസ് മദർ, ഫാദർ ആൻഡ് സെയിന്റ് തോമസ് ഹു ആർ ഇൻ ഇന്ത്യ. അപ്പോൾ ജീസസിന്റെ മദർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി. ഒന്നില്ലെങ്കിൽ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിന്റെ അടുത്താവാനാണ് സാധ്യത നിങ്ങളുടെ വീട്. അതുപോലെ തന്നെ സെന്റ് തോമസിന്റെ വീട് ഏതാണ്ട് കോഴിക്കോട് ഇതുമതി കുതിരവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ അടുത്താവാനാണ് സാധ്യത. ഏതായാലും നിങ്ങളുടെ വരികൾ അടിപൊളിയായിട്ടുണ്ട്. തലയ്ക്ക് സുഖമില്ലാത്തവരാണ് ഈ ക്രിസ്ത്യാനികളെ ബൈബിള് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഈ നിങ്ങളുടെ കത്തിലൂടെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒന്നുകൂടി അത് വായിക്കാം. സിൻസ് യു നോ ജീസസ്, ഹിസ് മദർ, ഫാദർ ആൻഡ് സെയിന്റ് തോമസ് ഹു ആർ ഇൻ ഇന്ത്യ, കാശ്മീർ ആൻഡ് ടിബറ്റ്. ഇപ്പൊ ജീസസ് ഇന്ത്യയിലും മദർ കാശ്മീരിലും ഫാദർ ടിബറ്റിലുമായിരുന്നു. അടിപൊളിയാണ്. പിന്നെ എങ്ങനെയാണോ മക്കൾ ഉണ്ടായത്? ഹൂ ഈസ് ദ ഫാദർ ആൻഡ് മദർ ഓഫ് യുവർ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറും മദറും ആരായിരുന്നു? ഒരു സംശയമില്ല, ഈ ബംഗാൾ ഭരിച്ചിരുന്ന സിദ്ധരാമയ്യ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സാധനം. പിന്നെ നമ്മുടെ കാശ്മീർ ഭരിച്ചിരുന്ന ഏതോ ഒരു പാർട്ടിയോ ഉണ്ട്, കിഫായത്തുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവരാരോ ആണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛനോ അമ്മയോ. ഏതായാലും നിങ്ങളുടെ അച്ഛൻ ആ വഴിക്ക് പോകാത്തത് കൊണ്ട് അതാവാൻ സാധ്യതയില്ല. ഹൗ മെനി ഇയേഴ്സ് ദേ ലിവ്ഡ്, കൃത്യം പറഞ്ഞാൽ 146.5 വർഷം. സംശയം ഉണ്ടെങ്കിൽ താൻ കാർബൺ ഡേറ്റിംഗ് വെച്ച് നോക്കാം. പിന്നെ അടുത്തത് ലിവ്ഡ്, ദേ ഡൈഡ് ആൻഡ് ബറീഡ്, ദേ ആർ ഫ്രം ഇന്ത്യ. അത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രി പ്രൊഫസറെ കാണാം. ഓർ കെയിം ഫ്രം സം അതർ കൺട്രി, അവർ ഇന്ത്യയിലാണോ വേറെ ഏതെങ്കിലും. ഇതിൽ ഗ്രാമറും സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഒന്നും ഇല്ല കേട്ടോ. ക്രിസ്ത്യാനികളെ പഠിപ്പിക്കാൻ, ബൈബിള് പഠിപ്പിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിന് തെളിവാണ്. അവർ ഇന്ത്യക്കാരായിരുന്നോ വേറെ എവിടെന്നെങ്കിലും വന്നവരായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നത് മാനസികമായിട്ട് ഏതാണ്ട് അബ്നോർമൽ ലെവലിൽ ഇരിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ പാർട്ടി ചങ്ങനാശ്ശേരിയിലെ മാർ പവത്തിലിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ കോശി അബ്രഹാമിനെ പോലെയുള്ളവരോ കൽപ്പറ്റയിലെ ബെഞ്ചമിനെ പോലെയുള്ളവരോ കാട്ടാക്കടയിലെ ഗമായലിനെ പോലെയുള്ളവരോ വേദമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനകത്തൊക്കെ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളായിരിക്കും നിങ്ങളെ ബൈബിള് പഠിപ്പിച്ചത്. ഏതായാലും അവർ ഇന്ത്യക്കാരാണോ ഇന്ത്യക്കാരല്ലോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, അന്വേഷിച്ചു പോകാനോട്ട് നേരമില്ല. ഹൂ റോട്ട് യുവർ പുരാണാസ്, അതിനെനിക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. പുതിയ നിയമം എഴുതിയ മാത്യു എന്ന ഇംഗ്ലീഷിലെ പേര് മത്തായി എന്ന മലയാളത്തിലെ പേര്, ലൂക്ക് എന്ന ഇംഗ്ലീഷിലെ പേര് ലൂക്കോസ് എന്ന മലയാളത്തിലെ പേര്, മാർക്ക് എന്ന ഇംഗ്ലീഷിലെ പേര് മാർക്കോസ് എന്ന മലയാളത്തിലെ പേര്, ജോൺ എന്ന ഇംഗ്ലീഷിലെ പേര് യോഹന്നാൻ എന്ന മലയാളത്തിലെ പേരുള്ള 4 പാർട്ടീസാണ് ഈ 18 പുരാണങ്ങൾ എഴുതിയത്. ഒരു സംശയമില്ല. ആ 18 പുരാണങ്ങളെ എഡിറ്റ് ചെയ്തത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ MM മണിയാവാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ലംബോദരനും കൂടിയിട്ടാണ് ഈ പുരാണങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത്, വേദവ്യാസനൊന്നുമല്ല. വെൻ ഇറ്റ് ഈസ് റിട്ടൺ, ആ പുരാണങ്ങൾ എന്നാ എഴുതിയത്? 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി. ഇതുകൂടി അറിഞ്ഞൂടെ ജോർജ് ചാക്കോയെ? വൈ ദേ റോട്ട് ഇൻ സാൻസ്ക്രിറ്റ്, അത് മാത്രം ഒരു ബോധവും ഇല്ലാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് സാൻസ്ക്രിറ്റിൽ എഴുതിയത്. യേശുക്രിസ്തു വായിക്കാൻ പാടില്ല, മറ്റ് ക്രിസ്ത്യാനികൾ വായിക്കാൻ പാടില്ല. വായിച്ചാൽ ജോർജ് അബ്രഹാമിനെ പോലെയും ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ പവത്തിലിനെ പോലെയും തനി വികൃതമായിട്ടുള്ള വ്യാഖ്യാനം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് സാൻസ്ക്രിറ്റിൽ എഴുതിയത്. നോ മലയാളം. മലയാളത്തിൽ എഴുതാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില മുഖ്യമന്ത്രിമാർക്ക് കൃത്യമായിട്ട് മലയാളത്തിലെ നല്ല വാക്കുകളൊന്നും അറിഞ്ഞുകൂടാ. അവർ ഈ പുരാണത്തിലെ വാക്കുകൾ ഉപയോഗിക്കുമെന്ന് പേടിച്ചിട്ടാണ് മലയാളത്തിൽ എഴുതാത്തത്. ഫ്രം വെയർ ദി മലയാളം ലാംഗ്വേജ് കെയിം, ബംഗ്ലാദേശിൽ നിന്ന് ഇത്ര ബോധമില്ലേ? ബംഗ്ലാദേശിൽ നിന്നല്ലേ മലയാളം വന്നത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ്? തിരുവനന്തപുരത്തെ കോലിയോക്കോടുള്ള രാമകൃഷ്ണൻ നായരുടെ പ്രസ് അല്ലേ ഫസ്റ്റ് വേൾഡിലെ പ്രിന്റിംഗ് പ്രസ്?
ഐ ഹാവ് സം മോർ തിങ്സ് ഫ്രം യുവർ പുരാണാസ്. ഈ പുരാണത്തിലെ തിങ്സ് അല്ല മോനെ, അതിലെ കുറെ ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്. അതെന്താ? ടു ആസ്ക് സെൻഡ് ദി ആൻസേഴ്സ് ഫോർ ദിസ്. എന്തോന്ന്? എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് മെഡിക്കൽ എൻട്രൻസ് മേടിക്കാനാ ജൂബിലി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ. ഏതായാലും ദെൻ ഐ വിൽ ആസ്ക് ദ റെസ്റ്റ്. ഏതായാലും താൻ ഇനി ചോദ്യം ചോദിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല, തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. ഓൾസോ യു ഷുഡ് നോ ഗ്രീക്ക് ആൻഡ് ഹീബ്രു. അത് പഠിച്ചിട്ടാണ് ഞാൻ വേദം പഠിക്കാൻ വന്നത്. ഇപ്പൊ ഗ്രീക്കും ഹീബ്രുവും പഠിച്ചവരൊക്കെ പാകിസ്ഥാനിലെ കൊല്ലാനും ചാവാനുമായിട്ട് നടക്കുന്നതായിട്ട് കേട്ടു. വിച്ച് ഈസ് ദ ഒറിജിനൽ ലാംഗ്വേജ് ഓഫ് ബൈബിൾ? ബൈബിളിന് ലാംഗ്വേജേ ഇല്ല. ബൈബിൾ തന്നെ കട്ടെടുത്ത സാധനമാണ്, പിന്നെ എന്തോന്നിനാ അതിന് ലാംഗ്വേജ്? ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഇൻ ദ ലാംഗ്വേജ് ആൾസോ. ലാംഗ്വേജസ് ആൾസോ. തനി മാനസിക രോഗിയാണെന്ന് മനസ്സിലായല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത്, ഇന്ത്യ ഗോട്ട് മോർ ദാൻ 29 ലാംഗ്വേജസ്. അതെന്താ? തൻ്റെ വീട്ടുകാരുണ്ടാക്കിയതാ? അത് മാത്രമല്ല, സോ ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് ലാംഗ്വേജ് ഓൾസോ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. താൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, കിടന്ന് ഉറങ്ങിക്കോ, തനിക്ക് കിട്ടാനുള്ളതൊക്കെ നാട്ടുകാർ തന്നോളും. ഏതായാലും ക്രിസ്ത്യൻ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ റവന്യൂ ജോർജ് ചാക്കോയെ പോലെയുള്ള മാനസിക രോഗികൾ നിങ്ങളെ ബൈബിള് പഠിച്ചതിൻ്റെ കുഴപ്പമാണ് ഇത്രയും കാടും മലയും കൈകേറാനും ഇത്രയും അധികം പള്ളി ഇവിടെ ഉണ്ടാക്കാനും യേശു ക്രിസ്തുവിനെ പ്രജാപതിയാണെന്ന് പറഞ്ഞ് വേദത്തിലുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും പുരാണത്തിലുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും ആദ്യം അവനവൻ്റെ അച്ഛനും അമ്മയും നന്നാവണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗുരു നന്നാവണം. ഇതേമാതിരിയുള്ള ഗുരുക്കന്മാർ 42 ലക്ഷം പേരാണ് കേരളത്തിൽ ഇപ്പോ ശരിക്കും മതം മാറ്റാനായിട്ട് നടക്കുന്നത്. അതിലൊരു 2.5 ലക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളും. അതിലെ പലതും ഈ കോട്ടൂരാനെ പോലെയും സ്റ്റെഫിയെ പോലെയും അവിടുത്തെ ദിവ്യഗർഭം നൽകിയ കൊട്ടിയൂരിലെ പോലെയുള്ളവനും കൊട്ടാരക്കരയില് ആ പെണ്ണാണെന്ന് വിചാരിച്ച് സെമിനാരി പഠിക്കുന്ന ആണുങ്ങളെ തന്നെ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയിലൊക്കെ ഉപയോഗിച്ചതുങ്ങളുമായിട്ടുള്ള കുറേ പേരുണ്ട്. ഇവരൊക്കെ നിങ്ങളെ യഥാർത്ഥത്തിൽ ബൈബിള് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ഏതായാലും ഐ ആസ്ക്ഡ് അബൌട്ട് യു ടു മൈ അങ്കിൾ ഡോക്ടർ PJ അലക്സാണ്ടർ. നിങ്ങളുടെ അങ്കിളാ PJ അലക്സാണ്ടർ. അയാൾക്ക് ഇങ്ങനെ ഗതികെട്ട ഒരു മരുമകനെ എങ്ങനെ കിട്ടിയാവോ ഈശ്വര? ഫോർമർ DGP ഓഫ് കേരള. ബട്ട് ഹീ സെഡ് ഹി ഡസ് നോട്ട് നോ യു. അങ്ങേരെ എന്നെ അറിയാൻ സാധ്യതയില്ല. ഞാൻ സുവിശേഷ പ്രാസംഗികനൊന്നും അല്ലല്ലോ, പള്ളിയിലെ കപ്പിയാരും അച്ഛനും ഒന്നും അല്ലല്ലോ. അങ്ങനെ വല്ലതും ആണെങ്കിലല്ലേ അങ്ങേരെ എന്നെ അറിയുള്ളൂ. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ സൂൺ. ഓക്കെ, നിനക്കുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റിപ്ലൈ ആണ് തന്നിരിക്കുന്നത്. എൻ്റെ കർത്താവ്, ഇതേമാതിരിയുള്ള റവറൻഡ് ജോർജ് PC ഒക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഇടവകക്കാരുടെ അവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ഒന്ന് ഇംഗ്ലീഷ് ഇല്ല, 2 സബ്ജക്റ്റ് ഇല്ല, ബൈബിളും അറിഞ്ഞൂടാ, പുരാണം അറിഞ്ഞൂടാ, വേദം അറിഞ്ഞൂടാ, സംസ്കാരം അറിഞ്ഞൂടാ, എഴുതാനും അറിഞ്ഞൂടാ, പറയാനും അറിഞ്ഞൂടാ, അവനവൻ്റെ പേര് പോലും ചൊവ്വേ നേരെ എഴുതാൻ അറിയാത്ത ഇവനൊക്കെ ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചാൽ അമേരിക്കക്കാരും കാനഡക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യന്മാരും ഒക്കെ ബൈബിൾ ഉപേക്ഷിക്കാനുള്ള കാരണം ഇതേപോലെയുള്ള ഓരോ കാർഗോടകന്മാര് ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാ. ഏതായാലും ക്രിസ്ത്യാനികളെ രഥത്തിൽ നിങ്ങൾ ശ്മശാന യാത്ര ചെയ്യുമ്പോൾ ഇതേമാതിരി ഉള്ളതിനെ കൂടി കൂട്ടി കൊണ്ടുപോവുക. ഈ നാടെങ്കിലും രക്ഷപ്പെടട്ടെ. ഏതായാലും അങ്ങനെ അമേരിക്കയിലായതുകൊണ്ട് നമുക്ക് വളരെ നന്നായി. കാരണം ഇവിടെ ശല്യം ഇല്ലല്ലോ. 2-3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമായിരിക്കാം. അപ്പം നമ്മൾ കേരളീയർ കൈകാര്യം ചെയ്തോളാം. ഏതായാലും ജോർജ് ചാക്കോയ്ക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും അമ്മയുടെയും ഗതി പോക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് ഭാര്യ മക്കളും ഉണ്ടെങ്കിൽ അവരുടെ ഗതിയും പോക്കാം. ഇതേമാതിരിയുള്ള ചോദ്യവും ചോദിച്ചുകൊണ്ട് 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും 1947 ശേഷം ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിന് ഡീലിറ്റ് കിട്ടിയത് മേടിക്കാൻ ചങ്കൂറ്റവും ധൈര്യവും ഭാരതമാതാവിന്റെ അനുഗ്രഹവും ഋഷീശ്വരന്മാരുടെ തലയ്ക്ക് കൈവച്ചിട്ടുള്ള അനുഗ്രഹവും ഉണ്ടായ ഗോപാലകൃഷ്ണന്റെ അടുത്ത് ഈ തറ ചോദ്യം ചോദിക്കാൻ തന്നെ പോലെയുള്ളവർക്ക് ആരാടോ ധൈര്യം തന്നെ? ഇനിയുള്ള വാക്കുകൾ ഞാൻ മുഖ്യമന്ത്രി അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പ്രണാമം, നമസ്കാരം. അല്ല, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയാലും പറയാമായിരുന്നു. അതുമല്ല ഞാൻ. അതുകൊണ്ട് ഈ 2 പേരും അല്ലാത്തതുകൊണ്ട് എനിക്ക് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പരിമിതിയുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം. തനിക്കല്ല, ബാക്കിയുള്ളവർക്ക്.